നമസ്കാരം. എത്നോഗ്രാഫി എന്ന് കേട്ടിട്ടുണ്ടോ? ഇതൊരു തരം ഗവേഷണ രീതിയാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് നേഴ്സിംഗ് രംഗത്ത് ഈ രീതിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ തുടങ്ങിയല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ചിലപ്പോൾ ഏറ്റവും നല്ല ഡോക്ടർമാർ പറയുന്ന കാര്യങ്ങൾ പോലും രോഗികൾക്ക് അതുപോലെ പിന്തുടരാൻ പറ്റാതെ വരുന്നത്? അതിന്റെ കാരണം പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ, രോഗിക്ക് കിട്ടുന്ന ആരോഗ്യ സംരക്ഷണവും അവരുടെ ഒരു സാംസ്കാരിക പശ്ചാത്തലമില്ലേ, അത് തമ്മിലൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാകും. ആ ഗ്യാപ്പിലാണ് ഈ വിഷയം പ്രസക്തമാകുന്നത്. അപ്പോൾ ഈ വിടവ് നികത്താൻ സഹായിക്കുന്ന ഒരു മാർഗമാണ് എത്നോഗ്രാഫി. ഇതിന്റെ വാക്കിന്റെ അർത്ഥം തന്നെ മനുഷ്യരുടെ ഒരു നേർചിത്രം എന്നാണ്. ഇത് വെറുതെ കുറച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന ഏർപ്പാടല്ല, മറിച്ച് ഒരു സമൂഹത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കണ്ണുകളിലൂടെ ലോകം എങ്ങനെയിരിക്കുന്നു എന്ന് മനസ്സിലാക്കലാണ്. അതെ, അതുതന്നെയാണ് പോയിന്റ്. നമ്മൾ പഠിക്കാൻ പോകുന്ന ആ ആളുകളുടെ കാഴ്ചപ്പാടിലൂടെ ലോകത്തെ കാണുക, അവരുടെ ഷൂസിൽ കയറി നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതാണ് ഈ ഗവേഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇവിടെ രണ്ട് തരം കാഴ്ചപ്പാടുകളുണ്ട്. ഒന്ന് എമിക് അഥവാ അകത്തുനിന്നുള്ള കാഴ്ച, രണ്ട് എറ്റിക് അഥവാ പുറത്തുനിന്നുള്ള കാഴ്ച. ഒരു ഉദാഹരണം പറയാം. ഒരു സ്ഥലത്ത് പോയി അവിടുത്തെ ആളുകളുടെ കൂടെ താമസിച്ച് അവരുടെ ഭക്ഷണം കഴിച്ച് അവരിൽ ഒരാളായി ജീവിക്കുന്ന ഒരു സഞ്ചാരിയെ ഓർത്തുനോക്കൂ. അതാണ് എമിക് കാഴ്ചപ്പാട്. ഇനി ഒരു ടൂറിസ്റ്റ് ബസ്സിലിരുന്ന് ദൂരെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരാളെയോ? അതാണ് എറ്റിക്. എത്നോഗ്രാഫി എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് ആ സഞ്ചാരിയുടെ അനുഭവമാണ്. അപ്പോൾ ശരി, ഈ അകത്ത് നിന്നുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ് ഗവേഷകർക്ക് കിട്ടുന്നത്? വെറുതെ പോയി ചോദിച്ചാൽ കിട്ടുമോ? ഇല്ല. അതെങ്ങനെയാണ് അവർ നേടിയെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതൊരിക്കലും ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ നടക്കുന്ന കാര്യമല്ല. ഗവേഷകർ മാസങ്ങളോളം, ചിലപ്പോൾ വർഷങ്ങളോളം തന്നെ ആ സമൂഹത്തിൽ പോയി താമസിച്ച് അവരുടെ ജീവിതത്തിൽ അലിഞ്ഞുചേരും. ഇവിടെ ഗവേഷണത്തിനുള്ള പ്രധാന ഉപകരണം ഒരു ക്യാമറയോ റെക്കോർഡറോ ഒന്നുമല്ല, ഗവേഷകൻ തന്നെയാണ്. അവരുടെ അനുഭവങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഡാറ്റ. അപ്പോൾ ഈ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം അവരാ സമൂഹത്തിന്റെ ഭാഗമായി ജീവിക്കാൻ തുടങ്ങുന്നു. പിന്നെ വെറുതെ നോക്കി നിൽക്കുകയല്ല, അവരുടെ ആഘോഷങ്ങളിലും ജോലിയിലുമൊക്കെ അവരിൽ ഒരാളായി പങ്കെടുക്കും. എന്നിട്ടോ ആ സമൂഹത്തിലെ കാര്യങ്ങൾ നന്നായി അറിയാവുന്ന ആളുകളുമായി ഒരു ചട്ടക്കൂടുമില്ലാതെ തുറന്ന് സംസാരിക്കും. ചിലപ്പോൾ പഴയ ഡയറി കുറിപ്പുകളും കത്തുകളും വരെ അവർക്ക് ആ സംസ്കാരത്തെക്കുറിച്ചുള്ള വലിയ അറിവുകൾ നൽകിയേക്കാം. മൊത്തത്തിൽ അവർ ശ്രദ്ധിക്കുന്നത് 3 പ്രധാന കാര്യങ്ങളാണ്. 1. ആ ആളുകൾ എന്ത് ചെയ്യുന്നു, അതായത് അവരുടെ പെരുമാറ്റം. 2. അവരെന്തുണ്ടാക്കുന്നു, എന്തുപയോഗിക്കുന്നു. 3. അവരെന്ത് സംസാരിക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു. ഈ 3 കാര്യങ്ങളും ചേരുമ്പോഴാണ് ആ സമൂഹത്തിന്റെ ഒരു മുഴുവനായ ചിത്രം കിട്ടുന്നത്. ഓക്കേ, ഇതൊക്കെ കൊള്ളാം. പക്ഷേ ഇത്രയും ആഴത്തിലുള്ള പഠനത്തിന് നേഴ്സിംഗ് രംഗത്ത് എന്ത് പ്രസക്തിയാണുള്ളത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് നോക്കാം. ഇവിടെയാണ് നമ്മൾ എത്നോ നഴ്സിംഗ് എന്ന ആശയത്തിലേക്ക് വരുന്നത്. മഡലീൻ ലീനിങ്ങർ എന്നൊരു നഴ്സിംഗ് വിദഗ്ധയാണ് ഈ ചിന്തയ്ക്ക് തുടക്കമിട്ടത്. അവരുടെ പ്രധാന ആശയം ഇതായിരുന്നു: ഒരു രോഗിയുടെ സംസ്കാരം എന്നത് അവരുടെ ജീവിതത്തിലെ ഒരു ചെറിയ ഭാഗമല്ല, മറിച്ച് അവരുടെ ആരോഗ്യത്തെയും രോഗത്തെയും പരിചരണത്തെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ മൊത്തത്തിൽ രൂപപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. ഉദാഹരണത്തിന്, ഒരു പ്രത്യേക ആദിവാസി വിഭാഗം എന്തുകൊണ്ടാണ് ആധുനിക വൈദ്യത്തെക്കാൾ പാരമ്പര്യ ചികിത്സയെ വിശ്വസിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗർഭകാല പരിചരണത്തെക്കുറിച്ച് ചില സമൂഹങ്ങൾക്കുള്ള പ്രത്യേക വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്നറിഞ്ഞ് അതനുസരിച്ച് അവർക്ക് മെച്ചപ്പെട്ട പരിചരണം നൽകാൻ കഴിയും. അതുപോലെ ജാതി, സാമ്പത്തിക നില പോലുള്ള കാര്യങ്ങൾ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠിക്കുന്ന ക്രിട്ടിക്കൽ എത്നോഗ്രാഫി എന്നൊരു ശാഖയുണ്ട്. ഇത് സമൂഹത്തിലെ ആരോഗ്യപരമായ അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ വരെ സഹായിക്കും. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ആരോഗ്യ നയങ്ങൾ കൂടുതൽ മനുഷ്യത്വപരമാക്കാൻ ഇത് സഹായിക്കുന്നു. പക്ഷേ ഇത് കേൾക്കുന്നത്ര എളുപ്പമുള്ളൊരു പണിയല്ല കേട്ടോ. ഇത്രയും ആഴത്തിലുള്ളൊരു ഗവേഷണ രീതിക്ക് അതിൻ്റേതായ ഒരുപാട് വെല്ലുവിളികളുമുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ സ്ലൈഡിലെ കാര്യങ്ങൾ വ്യക്തമാണ്. ഒരു വശത്ത് നമുക്ക് മറ്റെവിടെ നിന്നും കിട്ടാത്തത്രയും ആഴത്തിലുള്ളൊരു സാംസ്കാരിക ധാരണ ലഭിക്കുന്നു. എന്നാൽ മറുവശത്ത് ഇതൊരുപാട് സമയവും പണവും ആവശ്യമുള്ള ഒന്നാണ്. പിന്നെ മാസങ്ങളോളം ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഗവേഷകൻ അവരിൽ ഒരാളായി മാറും. ഒരു ഒബ്ജക്റ്റിവിറ്റി, അതായത് ഒരു നിഷ്പക്ഷത നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിനെ ഗോയിങ് നേറ്റീവ് എന്നാണ് പറയുക. അതുപോലെ ഒരു ചെറിയ ഗ്രാമത്തിലെ കണ്ടെത്തലുകൾ ഒരു വലിയ നഗരത്തിൽ അതേപടി ശരിയാകണമെന്നുമില്ല, അല്ലേ? അപ്പോൾ അവസാനമായി ഒരു ചോദ്യം. ലക്ഷക്കണക്കിന് ആളുകളുടെ ഡേറ്റ വെച്ച് കളിക്കുന്ന ഈ ബിഗ് ഡേറ്റയുടെ കാലത്ത് ഒരൊറ്റ സമൂഹത്തെക്കുറിച്ച് വർഷങ്ങളെടുത്ത് പഠിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? ഒരുപക്ഷേ ഉത്തരം ഇതായിരിക്കാം: അക്കങ്ങൾക്ക് പറയാൻ കഴിയാത്ത ചില കഥകളുണ്ട്. മനുഷ്യന്റെ അനുഭവങ്ങളുടെ കഥകൾ.
ആ ആഴം മനസ്സിലാക്കാൻ നമുക്ക് ഇതുപോലുള്ള നേർചിത്രങ്ങൾ കൂടിയേ തീരൂ. എന്താ, നിങ്ങൾക്കെന്തു തോന്നുന്നു?